ഇതാണ് കോക്കേഴ്സ് വാക്ക്. ഇവിടെ നോക്കിയാല് പഴനി ആണ്ടവർ കോവിൽ, മധുര മീനാക്ഷി കോവിൽ ഇവയൊക്കെ കാണാം. മച്ചി, ഇതിന്റെ മുകളിൽ ഒരു വലിയ ടെലസ്കോപ്പ് ഉണ്ട്. അതിലൂടെ നോക്കിയാലേ കാണാൻ കഴിയും. മുകളിൽ കയറി നോക്കാം സാറേ. ഒരാൾക്ക് 50 പൈസയേ ഉള്ളൂ. എന്താ സാർ, ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. അങ്കിൾ ഒന്ന് ചേർന്ന് നിൽക്കേ. റെഡി? താങ്ക് യു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ യൂറിൻ മൂത്രം. ഓ ഇറ്റ്സ് ഓൾറൈറ്റ്, ഇറ്റ്സ് ഓൾറൈറ്റ്. നിനക്ക് സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, കയറണ്ട. നിങ്ങൾ കണ്ടിട്ട് വാ മോളെ. ഇതിലൂടെ നോക്കിയാല് 100 ഇരട്ടി വലിപ്പത്തിൽ കാണാം. ഞാനൊന്ന് നോക്കട്ടെ. കാശിടണം. അതാണ് വൈഗൈ ഡാം. ഹായ്, വളരെ അടുത്ത് കാണാം. മധുര മീനാക്ഷി ക്ഷേത്രം കാണുന്നില്ല. നിശ്ചയമുള്ളത് കൊണ്ട് ശരിക്കും കാണാൻ കഴിയില്ല. ഈ സ്ഥലം ഏതാ? നോക്കട്ടെ. അത് കമ്പം. ഹായ്, ബ്യൂട്ടിഫുൾ. പെരിയോളം ടൗൺ. ഈ വില്ലേജ് ഏതാ? തേനി. ഇനി പഴനി ആണ്ടവർ കോവിൽ. നിക്ക് സാറേ. ഇറങ്ങി വേടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാൻ. സാർ, ഞാൻ സാർ സാർ ഞാൻ ഈ ടെലസ്കോപ്പ്. എന്താ എന്താ കാര്യം? ഇവനാരാ? ഗൈഡാ. നീ ഗൈഡാണ്? ഇവിടെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഓതറൈസ്ഡ് ഗൈഡുകളുണ്ട്. അവരെ വേണം വിളിക്കാൻ. അല്ലാതെ കണ്ടിടത്തൊക്കെ അലഞ്ഞു കിടക്കുന്ന ഇവനെയൊക്കെ കൊണ്ടാടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഇൻസ്പെക്ടർ, കണ്ടിട്ട് ആള് കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. ഹീസ് എ പൂർ ബോയ്. ജീവിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഇവനെയൊക്കെ ചീത്തയാക്കുന്നത്. ഞാനൊരു പാവമാണ് സാർ. ഞാൻ പറ്റിക്കുകയും മോട്ടിക്കുകയും ചെയ്യില്ല. മതി മതി, നീ സ്റ്റേഷനിലേക്ക് വാ. ഐ എം സോറി സാർ. ഞാനാരെയും പറ്റിക്കൊന്നുമില്ല. ഞാനൊരു അൺഓതറൈസ്ഡ് ഗൈഡാണ്. ആരും ഇല്ലാത്തവൻ, അനാഥൻ. സോറി. Hi. 18 beautiful places are here. Crocus Walk, sweet. Dayu. Dayu മോനെ. എല്ലാം ഞാൻ അറിഞ്ഞടാ. ആ പരട്ട SI മിന്നലിൽ നിന്നെ അറസ്റ്റ് ചെയ്തല്ലേ? ഒരു അൺഓതറൈസ്ഡ് ഗൈഡായ നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ 200 മില്ലി അടിച്ച് ആദ്യം സന്തോഷം ഞാനാ, ഈ ഓതറൈസ്ഡ് ജോസഫ് ഏട്ടൻ. പക്ഷേ നിന്റെ ഈ ഫീലിങ്സ് കാണുമ്പോ എനിക്ക് വീണ്ടും അടിക്കാൻ തോന്നുന്നു. സോറി, എന്നേക്കാൾ കൂടുതൽ ഫീലിങ്സ് നിനക്ക. അതുകൊണ്ട് നീ അടി.
ആരെയടാ മോനെ? വേണ്ട ജോസഫേട്ടാ. ആ വേണ്ടെന്ന് പറഞ്ഞാ ഈ ജോസഫേട്ട സമ്മതിക്കത്തില്ല. നീ കുടിക്കണം, കുടിച്ച് നിന്റെ ഫീലിങ്സ് മാറ്റണം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഏട്ടാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കുടിക്കും. അത് പിന്നെ നിനക്ക് ഫീലിങ്സ് ആകും. അതുകൊണ്ട് രായുമോൻ കുടി, കുടി. മൂത്തോര് പറഞ്ഞാ കേക്ക്, കുടി. കുടി കുടി. കുറച്ചും മുഴുവൻ മുഴുവൻ. ഇനി മോക്കടന്ന ഇനി 3 മിനിറ്റിനകം നിന്റെ എല്ലാ ഫീലിങ്സും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകും. മോനെ, നിന്റെ ഫീലിങ്സ് എല്ലാം മാറിയോ? ജോസഫേട്ടന് മാത്രമേ ഈ ലോകത്ത് എന്നോട് സ്നേഹമുള്ളൂ. നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോടാ മോനെ. ഇനിയും ഉണ്ടടാ മോനെ, ഇനിയും ഉണ്ട്. വാതറ. പോകൃത്തരം കാണിക്കരുത്. ജോസഫ്, ജോസഫ്, നിനക്കറിയോ ഇന്നെന്റെ മനസ്സത്രയ്ക്ക് വേദിച്ചടാ. ആണോ? നിനക്കറിയാടാ എസ് ഐ, എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചോ നീയാണല്ലേടാ. നീ ആനലൈസ്ഡ് ഗൈഡാണല്ലേടാ. നിനക്ക് എന്തറിയാടാ? നിനക്ക് ഇവിടുത്തെ സ്ഥലം അറിയോ? നിനക്ക് ഈ സ്ഥലം അറിയോ? നിനക്ക് ടൂറിസ്റ്റുകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയോ? നീ 24 മണിക്കൂറും വെള്ളമല്ലാടാ. കർത്താവേ, അല്പം മദ്യം ബോധത്തെ തെളിയിക്കുമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യവൻ ഫുൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി പോയല്ലോ. നീ ആരാടാ? സെന്റ് ജോസഫോ? നിന്നെ നീ ആനലൈസ്ഡ് ഗൈഡാണല്ലേ? ഇൻസ്പെക്ടർ മിന്നൽ ദിനേശ്, ഞാനാടാ ഇവിടുത്തെ കളക്ടറാ. എന്റെ ഒരു മിന്നൽ. നീ മിന്നലാണെങ്കിൽ ഞാൻ ഇടിവെട്ടാടാ. പാവപ്പെട്ടനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാത്ത നിന്നെയൊക്കെ ഞാൻ കൊല്ലും. അയാൾ കില്ലും. അവന്റെയൊക്കെ ഒരു പോലീസും നിയമവും. 4 8 കൈക്കൂലി വാങ്ങുന്ന പീറ പോലീസ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെ പോലുള്ള 7 നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാശുള്ളവന്റെ രോമത്തിൽ തൊടാൻ പറ്റുമോ? പറ്റില്ല. പിറ്റേ ദിവസം നിന്റെ തൊപ്പി എറിക്കും. ആ മേനോ സാറിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചാ നീ എന്നെ ഇൻസൾട്ട് ചെയ്ത്. എന്റെ മാനേഴ്സും മര്യാദെല്ലാം പോച്ച്. നിന്റെ പോലീസ് ഉദ്യോഗം ഇന്നത്തോടെ ഞാൻ നിർത്തും. നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ ആരാ അവിടുത്തെ കളക്ടറാ? നീ മിന്നലാണെ ഞാൻ ഇടിവെട്ടാളാ. ഗുഡ് മോർണിംഗ് സാർ. കൈ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? വല്ല രക്ഷയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടക്കുമായിരുന്നു. എണീക്ക്. ഇന്നലെ നന്നായിട്ട് അവിടെ ഉറങ്ങിയോ? ഭയങ്കര കൊതുകായിരുന്നു. അയ്യോ, സാറിനെ കൊതുക് കടിച്ചല്ലേ? ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞിരുന്നെങ്കിൽ 2 ആമാർ കൊതുകി വാങ്ങിച്ചു തന്നേനല്ലോ. അതിപ്പോ ഞാൻ ചോദിക്കണമെന്ന് കരുതാ. പിന്നെ പോലീസ് സ്റ്റേഷനിലെന്ന് നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കിടക്കണമെന്നുണ്ടോ? കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാ മതി. മതി മതി. നീ ഇന്നലെ കുടിച്ച് ലെക്കില്ലാതെ എന്തൊക്കെയാണോ റോട്ടിൽ കിടന്ന് വിളിച്ചു കൂവിയത്? സാർ, ഒരു അബദ്ധം പറ്റി സാർ. ആ ജോസഫ് ഏട്ടൻ എന്റെ ഫീലിങ്സ് മാറാൻ വേണ്ടി ഒരു മരുന്ന് തന്നു. അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് പോലീസിനെ തെറി പറഞ്ഞിട്ട് ക്ഷമിക്കണമെന്നു? നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല.
പിന്നെ കുടിച്ച് വെളിവില്ലാ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചതാ. അത് വളരെ നന്നായി സാർ. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ ആളെ കിടക്കണ പണി നിർത്തി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? സാർ, വേറെ വല്ല നല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോവായിരുന്നു. സാർ എനിക്കൊരു ഉപകാരം ചെയ്യും, എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങിത്ത. അതേടാ, നിനക്കൊക്കെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ ഈ ജോലി ഉണ്ടാക്കിയതിന്റെ വിഷമം എനിക്കറിയാം. പോ. ഓ, ഇനി റോട്ടിൽ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. എന്താടാ? സാറ് ചൂടാവരുത്, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് സാറിനെ ഇൻസൾട്ട് ചെയ്യരുത്. അതിന്റെ തൊഴിലിനെ ബാധിക്കും. ജനിച്ചു പോയില്ലേ സാറേ, ജീവിക്കണ്ടേ? പ്ലീസ് ചെല്ലേ.